ഇത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായോ? ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ മീനച്ചാറ് തന്നെയാണ് കേട്ടോ. അതെ, ഇന്നത്തെ മീനച്ചാറിന്റെ വില്ലൻ അല്ലെങ്കിൽ താരം എന്ന് പറയുന്നത് നമ്മുടെ മത്തിയാണ് കേട്ടോ. മത്തി കൊണ്ട് 6 കിലോ മീൻ അച്ചാർ വെച്ച കഥയാണെന്ന് കേട്ടോ. കാരണം എന്നാന്ന് വെച്ചാൽ എനിക്ക് മത്തി ഭയങ്കര ഇഷ്ടമാണ്. എന്നെ മത്തി സോമ എന്നാണ് വിളിക്കാറ് എല്ലാവരും, എന്നെ അറിയാവുന്നവരൊക്കെ. അതൊക്കെ പോട്ടെ, ഈ 6 കിലോ മത്തി ആര് വെട്ടും എന്നുള്ള ഡിസ്കഷനാണ് ഞാനും അമ്മയും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട്, അമ്മ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം, അമ്മയ്ക്ക് കാലുവേദനയല്ലേ എന്ന്. അങ്ങനെ ഉണ്ണിക്കുട്ടനും കൂടെ ഒരു സപ്പോർട്ടിന് വന്നിട്ടുണ്ട് കേട്ടോ. ആ 6 കിലോ മത്തി വെട്ടാൻ തുടങ്ങിയപ്പോൾ നല്ല രസമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നടുവൊക്കെ അങ്ങ് കഴിക്കാൻ തുടങ്ങി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, കുറേ നാളായില്ലേ നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏപ്രിൽ ലാസ്റ്റ് ഒരു 1 വീക്ക് ആനുവൽ ലീവിന് പോയിരുന്നു. ആനുവൽ ലീവ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഷോർട്ട് ലീവ്. അതിന് പോയിരുന്നു. പോയിട്ട് തിരിച്ചു വന്നപ്പം പിന്നെ മക്കളാണെങ്കിൽ ജൂലൈയിലാണ് വന്നത്. ജൂലൈ 1 അവരിങ്ങെത്തി. അവർക്ക് അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് അപ്പയൊക്കെ കുറേയൊക്കെ സെറ്റാക്കി വിട്ടായിരുന്നു. പക്ഷേ അസൈൻമെൻറ്റ്സ് ദേവൂട്ടൻ്റെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതിൻ്റെ പുറകെ നടന്ന് അസൈൻമെൻറ്റ്സ് ഒക്കെ ആയി. അങ്ങനെ കുറച്ച് തിരക്കായിപ്പോയി. അതാണ് ലോങ് വീഡിയോ ഇല്ലായിരുന്നത്. ഷോർട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം ലോങ് വീഡിയോ ഇടാനായിട്ട്. അപ്പം അങ്ങനെ ഈ വർദ്ധാനത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മത്തി വെട്ടി കഴിഞ്ഞിരിക്കുകയാണ്. കൊണ്ടുവന്നപ്പോൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. വെട്ടിയെടുത്തപ്പോഴത്തേനതേ അത്രമേ ഉള്ളൂ. ഞാൻ യൂഷ്വലി ഇവിടെ മീൻ കഴുകുന്നത്, മീനാട്ടെ ഇറച്ചിയാട്ടെ എന്തും ആട്ടെ, അങ്ങനെ നോൺ വെജ് എല്ലാം കഴുകുന്നത് ഗോതമ്പ് പൊടി ഇട്ടാണ് കേട്ടോ. ഗോതമ്പ് പൊടി ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടി വൃത്തിയുള്ളതായിട്ട് വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പോർഷൻ ഞാൻ ക്ലിയറായിട്ട് ചെയ്തിട്ടുണ്ട്. മീൻ കഴുകി, മീൻ കട്ട് ചെയ്തു. അമ്മ എനിക്ക് അപ്പോൾ അരച്ച് പുരട്ടാൻ തരുകയാണ്. അപ്പോൾ അമ്മ അതെല്ലാ പൊടികളും കൂടി ചേർത്ത് തന്നു. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താ, അരച്ച് പുരട്ടി കൊടുത്തിട്ട് ഞാൻ കുളിക്കാൻ പോകാമെന്ന്. അതെ, മീൻ കുറച്ച് നേരം ഫ്രിഡ്ജിലിരുന്ന് റെസ്റ്റ് എടുക്കണം എന്നാണല്ലോ പ്രമാണം. അതുകൊണ്ട് ഞാൻ അതിനുള്ള തിരക്കിലാണ്. ഇത് അരച്ച് പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുളിക്കാൻ പോകാമല്ലോ എന്നുള്ള ഇതിൽ അമ്മയാണ് അതിൻ്റെ കണക്കൊക്കെ നോക്കി പൊടിയൊക്കെ ഇടുന്നത് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ വേറെന്താ, കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് അമ്മ മിക്സ് ചെയ്യാൻ തന്നെ. പിന്നെ അതിനകത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് വെക്കാൻ പറ്റുന്ന പാത്രം നമുക്കില്ലായിരുന്നു. അതെന്ന് പറയുന്നത് ആ ഒരു ചെരുവം ദേവക്കുട്ടൻ കുഞ്ഞായിരുന്നപ്പം ദേവക്കുട്ടനെ കുളിപ്പിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ ചെമ്പേട്ടി എന്നാണ് പറയുന്നത്, അറിയില്ല എങ്ങനെയാണ് എല്ലാവരും പറയുന്നതെന്ന്. അപ്പോൾ ആ പാത്രം എടുത്ത്, പിന്നെ ഇതിന് യൂസൊന്നും ഇല്ലായിരുന്നു, അത് മേലിലെടുത്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതിനകത്ത് അരച്ച് പുരട്ടി വെക്കാമെന്ന് ഓർത്തു. കാരണം കുറച്ച് ഏറെ മീനുണ്ടല്ലോ, കുറച്ച് നാൾ കൂട്ടണം എന്നുള്ളൊരു ഐഡിയയിലാണ്. ഇതൊക്കെ പറഞ്ഞാലും ഞാൻ ഇതുകൊണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് കുളിക്കാനായിട്ട് പോയി. അമ്മ എന്നോട് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ അമ്മ എടുത്തത് വറുത്ത് തുടങ്ങിക്കോളാം. അതിൻ്റെ ഇടയ്ക്ക് ദേവക്കുട്ടനും വന്നു. അപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ കാണുന്നത് അമ്മ കിച്ചണിൽ നിന്ന് വറുത്ത് തുടങ്ങുന്നതാണ് കേട്ടോ. ഒരുപാടുണ്ട് വറുക്കാനായിട്ട്. അപ്പം അമ്മയ്ക്ക് കാലുവേദനയും കൂടിയാണല്ലോ. എന്നാലും ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് രണ്ടുപേരും കൂടെ ഇത് അച്ചാറിടാനുള്ള ഒരു തത്രപ്പാടിലാണ് കേട്ടോ. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി അടുപ്പേ കയറി അത് മൂത്ത് വന്നപ്പോഴത്തേന് അതേ മുളക് പൊടി അമ്മ ഇട്ട് കൊടുത്തു, മഞ്ഞപ്പൊടി ഇട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിലെ പതിവ് തിരക്കുകളും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡിൽ ഉണ്ണിക്കുട്ടൻ കിടന്നുറങ്ങുന്നുണ്ട്. ചേച്ചി സ്കൂളിൽ നിന്ന് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഫുഡൊക്കെ ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ച് റെഡിയായിട്ട് പിന്നെ വറുത്ത് വന്നപ്പം സമയം ഈവനിങ് ആയി. കാരണം നമുക്ക് ചീനച്ചട്ടി ചെറുതായിരുന്നു, വലിയ ചീനച്ചട്ടി ഇല്ലായിരുന്നു. അപ്പം ഇരുമ്പ് ചീനച്ചട്ടി കുറേശ്ശെ വറുത്ത് വന്നപ്പം ഈവനിങ് ആയി കേട്ടോ. അങ്ങനെ ഈവനിങ്ങിൽ ദോശ ഇവർ കളിച്ച് കഴിഞ്ഞ് വന്നപ്പം ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഒരു സൈഡിൽ അമ്മമ്മ ഇതിൻ്റെ മസാല റെഡിയാക്കുന്നു, ഒരു സൈഡിൽ ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയും നടക്കുന്നത്. അങ്ങനെ അമ്മമ്മ മസാല മിക്സ് ചെയ്തിട്ട് അത് വറുത്ത് വെച്ച മീനിലോട്ട് ചേർക്കുകയാണ് കേട്ടോ. പിന്നെ അമ്മമ്മയുടെ കൈപ്പുണ്യം കൂടി അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പ്രത്യേകിച്ച് പറയുകയുണ്ടല്ലോ. വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അതിൻ്റെ മിക്സ് ചേർത്ത് കഴിഞ്ഞപ്പം അത് കുറച്ചും കൂടി കുറുകിയിരിക്കുന്ന പോലെ തോന്നിയിട്ട് അമ്മ കുറച്ച് വെള്ളം കൂടി ചൂടാക്കിയിട്ടാണ് അതിനകത്ത് ഒഴിക്കുന്നത്. കാരണം കുറച്ച് ദിവസം വെക്കേണ്ടതല്ലേ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ നമ്മൾ നാട്ടിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പം മിച്ചം ഉണ്ടെങ്കിൽ നാട്ടിൽ പോകുമ്പോൾ കുറച്ച് കൊണ്ടാവാം എന്നുള്ള ഐഡിയ ഉണ്ട് ഇതിനകത്ത്. ഇത് കാണുമ്പോൾ ഓർക്കും, ഇത്രയും മീനച്ചാറോ എന്ന് ഞാനിപ്പോൾ ചിന്തിക്കാം. പക്ഷേ നിങ്ങൾ എന്ത് പെട്ടെന്നാണ് ഇത് കഴിച്ചു തീർത്തതെന്നറിയാം. മീനച്ചാറിൽ പ്രത്യേകിച്ച് മത്തിയച്ചാറ് എങ്ങനെ തീരുന്നതെന്ന് പറയേണ്ട ആവശ്യമേ ഇല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. ആദ്യം നമ്മ റെഡിയാക്കി കഴിഞ്ഞ് ടേസ്റ്റ് നോക്കിയപ്പോഴത്തേന് കുറച്ച് പുളിയുടെ കുറവുണ്ടായിരുന്നു. പിന്നെയും രണ്ടാമത് അമ്മ വിനാഗിരി കുറച്ചും കൂടെ ചൂടാക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3-4 കുപ്പിക്കകത്ത് ഉള്ള അത്തിയച്ചാർ നമുക്ക് കിട്ടിയായിരുന്നു. അതിലൊരു കുപ്പി എടുത്ത് വെച്ചു നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട്. കാരണം നാട്ടിൽ മീൻ അത്ര ഫ്രഷ് കിട്ടാനുള്ള വഴിയില്ലല്ലോ. പിന്നെ ഇവരാണെങ്കിൽ മീൻ ഇങ്ങനെ കഴിച്ച് ഇവർക്ക് മീനില്ലാതെ വലിയ പാടാണ് താനും. അങ്ങനെ
ഓർത്ത് ഉണ്ടെങ്കിൽ കൊണ്ടാകാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അങ്ങനെ അമ്മ മത്തി അച്ചാർ, പ്രത്യേകിച്ച് അമ്മമ്മയുടെ കൈപ്പുണ്യം ഇട്ട മത്തി അച്ചാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ച് ചേർത്തതിന് ശേഷം അമ്മ പറഞ്ഞു ഒന്നും കൂടെ അടുപ്പിലിരുന്ന് തിളക്കട്ടെ, കുറച്ച് ദിവസം ഇരിക്കാനുള്ളതല്ലേ എന്ന്. അങ്ങനെ അത് അടുപ്പിൽ വെച്ച് ചൂടാക്കി. ഇതിൻ്റെ ഇടയ്ക്ക് ചോദിക്കട്ടെ, എല്ലാവർക്കും എന്നാ ഉണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു? ഇതിൻ്റെ ഇടയ്ക്ക് അമ്മ നാട്ടിലോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. നാട്ടിൽ ചെല്ലുന്ന കാര്യവും പിന്നെ ഇവർ മൂകാംബിക്ക് പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഏൽപ്പിച്ചിട്ടാണ് അകത്തോട്ട് കയറി പോകുന്നത് കേട്ടോ. ഒരുപാട് കിച്ചൺ മൊമെൻറ്റ്സിൻ്റെ അവസാനം അങ്ങനെ നമ്മുടെ മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മീൻ അച്ചാർ ഇതിനകത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല കേട്ടോ. അച്ചാർ റെഡി ആയതിനു ശേഷം അച്ചാർ കൂട്ടി ദോശ കഴിക്കുന്ന സീൻ എടുക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നായിരുന്നു. പക്ഷെ ഇതിനിടയ്ക്ക് പലതും സംഭവിച്ചു. എന്താണെന്നല്ലേ, രണ്ടുപേരും അവിടെ ഉടക്കായിരുന്നു. അപ്പം ഇതുണ്ടാക്കുന്നതിനിടയ്ക്ക് എനിക്കത് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതാണ് അവിടെ സംഭവിച്ചു പോയത്. അപ്പം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ 6 കിലോ മത്തി വാങ്ങി അച്ചാറിട്ടെന്ന് പറഞ്ഞാലും കുറച്ച് മത്തി അച്ചാറേ കിട്ടത്തുള്ളൂ. 6 കിലോയുടെ അത്രയും നമുക്ക് കിട്ടത്തില്ല. കാരണം ഒരുപാട് വേസ്റ്റ് പോകുന്നതുകൊണ്ട്. എന്നെപ്പോലെ മത്തി അച്ചാർ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ളൊരു വേറൊരു വീഡിയോയുമായിട്ട് നമുക്കിനി പിന്നെ അടുത്ത ബ്ലോഗിൽ കാണാം. അപ്പം ഓക്കെ, ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഓൾ. നമ്മുടെ അമ്മയുടെ കൈപ്പുണ്യം നിറഞ്ഞ മത്തി അച്ചാറിൻ്റെ ഷോർട്സിന് കണ്ടാലോ? ഇതാണ് കേട്ടോ നമ്മുടെ എൻഡ് റിസൾട്ട്.